വെൽക്കം ബാക്ക് റോക്ക് ഡോ ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രൊഡിക്ഷൻ നടത്തുന്നുണ്ട്. ഒരു പ്രൊഡിക്ഷനിൽ രണ്ട് പ്രൊഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ആ രണ്ട് പ്രൊഡിക്ഷനിലും പങ്കെടുക്കാത്തവരുണ്ട് കുറച്ച് പേര് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീമിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പങ്കെടുക്കാത്തവർ പങ്കെടുക്കുക, കമൻറ്റ് ബോക്സിലുണ്ട്, അതുപോലെ ഐ ബട്ടണിലും ഉണ്ട് അതിൻ്റെ ലിങ്ക്. അപ്പോൾ പങ്കെടുക്കുക മത്സരത്തിൽ. ചെന്നൈനെ ശരിക്കും ജയിപ്പിച്ചില്ലേ വൈഭവ് എന്ന് പറയാം, കൊൽക്കത്തയുടെ താരം. ചെന്നൈ അങ്ങനെ മൂന്നാമത്തെ മത്സരം IPL ഈ സീസണിലെ മൂന്നാമത്തെ മത്സരം വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ മത്സരം മാർച്ചിലും, രണ്ടാമത്തെ മത്സരം ഏപ്രിലും, മൂന്നാമത്തെ മത്സരം മെയ് മാസത്തിൽ. അങ്ങനെ 3 മാസങ്ങളിൽ 3 വിജയം എന്ന അപൂർവ റെക്കോർഡ്. അങ്ങനെ കൊൽക്കത്തയ്ക്കെതിരെ ചെന്നൈക്കുള്ള ആ ഒരു മൃഗീയമായൊരു ആധിപത്യം ഉണ്ട് IPL. അപ്പോൾ അത് തുടർന്ന് ഏകദേശം 20 വിജയം കൊൽക്കത്തയ്ക്കെതിരെ ചെന്നൈ നേടിയെടുത്തിരിക്കുകയാണ്. എന്തായാലും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ജയിച്ചിട്ട്. പക്ഷേ കൊൽക്കത്തയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തന്നെ പറയാം. ഇനിയുള്ള 2 മത്സരങ്ങൾ ജയിച്ചാലും 15 പോയിന്റ് ആവുള്ളൂ. അപ്പോൾ 15 പോയിന്റ് വെച്ചാൽ എന്തായാലും കയറാൻ സാധിക്കില്ല നിലവിലത്തെ ഒരു പോയിന്റ് ഉള്ള അവസ്ഥയിൽ. സത്യം പറഞ്ഞാൽ കൊൽക്കത്ത ഒരു മോശം കളി തന്നെയാണ് കളിച്ചത് എല്ലാം കൊണ്ടും. കാരണം ഈഡൻ ഗാർഡൻസിൽ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തിട്ട് വെറും 179 എന്ന് പറയുന്ന ഒരു സ്കോർ. ആ 179 എന്ന് പറയുന്ന സ്കോർ ഈഡൻ ഗാർഡൻസിലെ ഒരു സ്കോറേ അല്ല സത്യം പറഞ്ഞാൽ. ചെന്നൈയുടെ ഇത്രയും ഒരു ദുർബലമായ ബാറ്റിംഗ് ആയിട്ട് പോലും ചെന്നൈ അത് ചേസ് ചെയ്തെത്തി. കാരണം അത് ഒട്ടും ഒരു നല്ല സ്കോറല്ല. കൊൽക്കത്ത ബാറ്റ്സ്മാൻമാരുടെ ഒരു മോശം പെർഫോമൻസ് തന്നെയാണ്. അവർ ഈ സീസണിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു മോശം ഫോം ബാറ്റിങ്ങിൽ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ പിന്നെ ചെന്നൈയുടെ ഒരു ആവറേജ് ബാറ്റിംഗ് ലൈനപ്പിന് പോലും ചേസ് ചെയ്യാവുന്ന ഒരു സ്കോർ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരത് ചേസ് ചെയ്തെത്തുകയും ചെയ്തു. മത്സരത്തിലോട്ട് വരാം. കൊൽക്കത്ത ടോസ് കിട്ടി. നമുക്കറിയാം ഈഡൻ ഗാർഡൻസിലെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോർ തന്നെ 200ആണ്. അപ്പോൾ കൂടുതൽ വിജയിച്ചിരിക്കുന്ന ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റ് ചെയ്തവരാണ്. അപ്പോൾ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് കൊൽക്കത്തയാണ്. പക്ഷെ തുടക്കത്തിൽ തന്നെ ഗുർബാസ് ഔട്ടാവുന്നു. പക്ഷെ പിന്നീട് നരയനും അതുപോലെ തന്നെ റഹാനി എത്തി ഒരു നല്ലൊരു സ്റ്റാർട്ട്. അപ്പൊ ഏകദേശം 6 ഓവറിൽ പവർ പ്ലേ അവസാനിക്കുമ്പോൾ 67 റൺസാണ് കൊൽക്കത്തയുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഇവര് ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ 200-ന് മുകളിലോട്ട് പോകാവുന്നൊരു സ്കോർ പോയാനെ. കാരണം അത്രയും മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. പക്ഷെ പിന്നീടുള്ള ഏകദേശം 6-7 ഓവർ, അതായത് 13 ഓവർ അവസാനിക്കുമ്പോൾ 103 റൺസാണ് സ്കോർ ബോർഡിലുള്ളത്. അതായത് പിന്നീടുള്ള 7 ഓവറിന് വന്നേക്കുന്നത് വെറും 36 റൺസ് മാത്രമാണ്. അപ്പൊ അവിടെയാണ് കൊൽക്കത്തയുടെ കളി തിരിഞ്ഞതെന്ന് പറയാം. ആ ഒരു അവരുടെ ഒരു പ്ലാനുകളൊക്കെ പാളിയത് അവിടെയാണ്. 100-ന്റെ ഒരു ഓവറിൽ തന്നെ നരയനും അതുപോലെ തന്നെ രഘുവംശിയും പുറത്തുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രഘുവംശിയെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളും അദ്ദേഹത്തിനെ ഒരു റണ്ണിൽ പുറത്താക്കുകയാണ് 100 അതൊരു ബ്രില്യൻ ക്യാച്ചായിരുന്നു ധോണിയുടെ. അപ്പോൾ ഒരു ഓവറിൽ തന്നെ നരയനും പോകുന്നു, അതുപോലെ തന്നെ രഘുവംശിയും വിക്കറ്റ് സ്റ്റെമ്പിങ്ങും പറയണം ധോണിയുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അതുപോലെ ആ ക്യാച്ചും ആ ഒരു ഓവറിൽ അത് ഒരു മികച്ചൊരു സംഭവമായി പോയി. വെങ്കടേഷ് അയ്യർക്ക് പകരം മനീഷ് പാണ്ഡെയാണ് വരുന്നത്. മനീഷ് പാണ്ഡെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്ത് റഹാനെയും അങ്ങനെ കളിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ 100-ഉം അശ്വിനും ജഡേജയും കൂടിയിട്ടുള്ള പിന്നീട് ആ 7 ഓവർ സത്യം പറഞ്ഞാൽ വെരിഞ്ഞു മുറിക്കും തന്നെ പറയാം കൊൽക്കത്തേനെ. അവർക്ക് വലിയ കാര്യമായിട്ട് ബൗണ്ടറീസ് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മനീഷ് പാണ്ഡെയുടെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ലോ ഇന്നിങ്സും. അപ്പോൾ കൊൽക്കത്തയുടെ റൺ റേറ്റ് വളരെ താഴ്ന്ന ഒരു സിറ്റുവേഷൻ. 13 ഓവറിൽ ഏകദേശം 103 റൺസ് മാത്രം. എനിക്കൊന്ന് റസലിന്റെ ആ ഒരു ഇന്നിങ്സ്, അദ്ദേഹത്തിന്റെ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ 150 താഴെയൊക്കെ അവസാനിച്ചാണ്. കാരണം ആരും കൊൽക്കത്തയിൽ കളിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. രമൺദീപും ഒക്കെ ലാസ്റ്റ് ഓവറിൽ 6 ബോളിൽ 6 സിംഗിള്. രമൺദീപും അതുപോലെ പിന്നെ റൺസ് വന്നില്ല. അവസാന ഓവറുകളിലൊന്നും കൊൽക്കത്തയ്ക്ക് റൺസ് അടിക്കാൻ ആളില്ല. റിങ്കു സിംഗും റസലും രമൺദീപും പോലത്തെ ഫിനിഷേഴ്സ് ഉണ്ടായിട്ട് പോലും ആ ടീമിൽ വേണ്ടി റൺസ് അടിക്കാൻ ആളില്ല. അതുപോലെ മൊയിൻ അലീനെ അവര് കയറ്റിയിരുത്തിയേക്കാണ് ഇറക്കാതെ. മിഡിൽ കളിക്കുന്ന പ്ലെയറാണ്, അദ്ദേഹത്തെ ഇറക്കുന്നില്ല. അപ്പോൾ ടോട്ടലി ഒരു മോശം ഗെയിം പ്ലാൻ. അപ്പോൾ നമ്മൾ കുറച്ച് ചേഞ്ചുള്ളൂ കഴിഞ്ഞ സീസണെ വെച്ച് നോക്കുമ്പോൾ. കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച ടീം വെച്ചിട്ട് ഗംഭീറിന്റെയും ശ്രേയസ് അയ്യറിന്റെയും അതുപോലെ തന്നെ ഫിൽ സാൾട്ടിന്റെയും ഒരു പ്രസൻസ് ഇല്ല. അതുപോലെ തന്നെ സ്റ്റാർക്കിന്റെ പ്രസൻസ് ഇല്ല. ഈ 4 പ്ലേയേഴ്സിന്റെ പ്രസൻസ് ആ ടീമിൽ ഇല്ലാത്തുള്ളൂ. പക്ഷെ ആ ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രത്തോളം വലുതാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരു 179 എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിലോട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ചെന്നൈ ബോളേഴ്സിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ഇന്നലെ പന്തെറിഞ്ഞത്. വളരെ മികച്ച രീതിയിൽ എറിഞ്ഞിട്ടുണ്ട്. അത് കലീലായാലും കാംബോജ് ആയാലും പിന്നെ നൂർ അഹമ്മദ്, അദ്ദേഹത്തിനെ എടുത്തു തന്നെ പറയണം. അദ്ദേഹം ആയിരുന്നു ഇന്നലത്തെ പ്ലെയർ ഓഫ് ദ മാച്ച്. 4 ഓവറിലും 31 റൺസ് മാത്രം വഴങ്ങിയാണ് അദ്ദേഹം 4 വിക്കറ്റുകൾ എടുത്തത്. അതിൽ റസലിന്റെ ആ ഒരു കീ വിക്കറ്റ്, അതുപോലെ രഘുവംശിയുടെ വിക്കറ്റ്, അപ്പൊ അങ്ങനെ എല്ലാം പെടും. പിന്നെ ജഡേജ എറിഞ്ഞു. ഇന്നലെ അശ്വിനെ
കളിപ്പിക്കാനുള്ള തീരുമാനം അത് വളരെ മികച്ച, അദ്ദേഹം നന്നായി പന്തറിഞ്ഞു. അതുപോലെ പതിരാണ് അദ്ദേഹം ഡെത്ത് ഓവേഴ്സിൽ അദ്ദേഹം ഇന്നലെ വളരെ മികച്ച രീതിയിൽ ലാസ്റ്റ് ഓവറിൽ എനിക്ക് തോന്നുന്നു 6 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളൂ. എല്ലാം സിംഗിൾ, ഒരു ബൗണ്ടറി പോലും നേടാനായിട്ട് കൊൽക്കത്ത ബാറ്റ്സ്മാൻമാർക്ക് പറ്റുന്നില്ല. അപ്പൊ ഇത്രയും പേര് കേട്ട ഹിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ടീമിൽ ഉണ്ടായിട്ടാണ് അവര് 179 എന്ന് പറഞ്ഞ റൺസ് അവിടെ എടുത്തു വെച്ചത്. അത് ഈഡൻ ഗാർഡൻസിൽ ഇത്രയും ബാറ്റിംഗ് അഡ്വാൻറ്റേജ് ഉള്ള കണ്ടീഷൻസിൽ. അപ്പൊ അവിടെ തന്നെ പകുതി തോറ്റ പോലെയായി. പിന്നെ ഉള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ചെന്നൈ ബാറ്റ്സ്മാൻമാര് അത് കളഞ്ഞു കുളിക്കണം എന്നുള്ളതായിരുന്നു. ആ അത് ഒരു ചെയ്തു, തുടക്കത്തിൽ അത് ചെയ്തു. 5 വിക്കറ്റ് കളഞ്ഞപ്പോൾ ഇതിൽ തന്നെ പവർ പ്ലേയിൽ തന്നെ 5 വിക്കറ്റും പോയി. ഞാൻ ഒരു ഘട്ടത്തിൽ വിചാരിച്ചു ഇവരിതും തോക്കും. കാരണം റൺ റേറ്റ് ഉണ്ടായിരുന്നു, റൺ റേറ്റ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ വിക്കറ്റുകൾ അതേ സ്ഥാനത്ത് അവിടെ. എനിക്ക് തോന്നുന്നത് ഈ മിഡ് ഉണ്ടായിരുന്നല്ലേ, മിഡ് ഇവരുടെ സീസണിന്റെ മിഡില് ഇപ്പോ ഋതുരാജ് ഗെയ്ക്വാദ് അല്ലെങ്കിൽ വണേഷ് ബേദി അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് പരിക്ക് മൂലം പുറത്തായി. ബാക്കി പകരം വന്ന പ്ലേയേഴ്സ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ചെന്നൈ ഇതിലും പരിതാപകരമായി പോയാൽ. ഇപ്പൊ എത്രത്തോളം പരിതാപകരമാണ് അതിലും പരിതാപകരമായി പോയാൽ. ഇന്നലെ ഡെവാൾഡ് ബ്രേവിസിന്റെ ആ ഒരു ഇന്നിങ്സ് അത് എടുത്തു തന്നെ പറഞ്ഞു. അദ്ദേഹം വൈഭവന് ഒരു ഓവറിൽ 30 റൺസ് അടിച്ച്. അപ്പൊ ആ ഒരു ഓവറിലായിരുന്നെങ്കിൽ കളി എത്രത്തോളം പ്രഷറായെന്ന് ചിന്തിച്ചാൽ മതി. കാരണം ലാസ്റ്റ് 2 ഓവറിൽ 17 റൺസ് വേണമായിരുന്നു ജയിക്കാൻ. അപ്പൊ ആ ഒരു ഓവറിൽ 30 റൺസ് പോലും ഇല്ലെങ്കിൽ എത്രത്തോളം പ്രഷർ ലാസ്റ്റിലോട്ട് വന്നേനെ. കാരണം ദൂബെ അവിടെ അടിക്കാൻ പറ്റാതെ വിഷമിക്കുന്നു, ധോണിക്കും അടിക്കാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് എത്തി സ്കോർ. അതും ഇത്രയും ചെറിയ സ്കോറാണ് ചേസ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അതുപോലെ അത്രയും പ്രഷറായിട്ടാണ് ജയിക്കുന്നത്. അപ്പോൾ ഡെവാൾഡ് ബ്രേവിസ് അദ്ദേഹം സീസണിന്റെ പകുതി വെച്ചിട്ട് ചെന്നൈക്ക് കിട്ടിയപ്പോൾ ചെന്നൈക്ക് എന്തായാലും വളരെ വലിയൊരു അസറ്റ് ആണ് അദ്ദേഹം. കാരണം അത്രയും മികച്ച രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫീൽഡിലും അതിമനോഹരമായിട്ടുള്ള ഫീൽഡിലും അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ആയുഷ് മാത്രം അദ്ദേഹം ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല നന്നായിട്ട്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ഒരു കിടിലൻ ക്യാച്ച് എടുത്തു. ഇന്നലെ റിങ്കു സിംഗിന്റെ ഒരു ഗംഭീര ക്യാച്ച് എടുത്തു. അതുപോലെ ഇന്നലെ ചെന്നൈ അതുപോലെ വണേഷ് ബേദിയുടെ പകരം ടീമിലോട്ട് എത്തിയ ഉർവിൽ പട്ടേൽ എന്ന് പറയുന്ന പ്ലെയർ ഫസ്റ്റ് കളി തന്നെ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണ്. വേറെ ചിന്തിക്കാനൊന്നുമില്ല. കാരണം ഓപ്ഷനിൽ എടുത്ത പ്ലേയേഴ്സിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആവുന്ന എല്ലാവർക്കും അറിയാം, ചെന്നൈ മാനേജ്മെന്റ് ഉൾപ്പെടെ അറിയാം. അതുകൊണ്ട് ഫസ്റ്റ് കളി തന്നെ ഉർവിൽ പട്ടേലിന് അവസരം കൊടുക്കുന്നു. അദ്ദേഹം 10 ബോളിൽ നിന്ന് 31 റൺസ്, അതായത് ഒരു ഡെബ്യൂട്ട് പ്ലെയർ ആദ്യത്തെ 10 ബോളിൽ നിന്ന് എടുക്കുന്ന ഏറ്റവും കൂടുതൽ എടുക്കുന്ന റൺസ്, ആ ഒരു റെക്കോർഡ് എന്നുള്ള അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിൽ തന്നെ 4 സിക്സറുകൾ ഉൾപ്പെടുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നത്. 10 ബോളിൽ 31 ഒരു ക്വിക്ക് ഇന്നിങ്സ് അവിടെ വന്നു. അതുപോലെ ഡെവാൾഡ് ബ്രേവിസിന്റെ ഒരു മികച്ച 50. അപ്പൊ ഈ രണ്ടും ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ ചെന്നൈ തോറ്റു. അപ്പോൾ ബാക്കി പ്ലേയേഴ്സിന്റെ ഒരു അല്ലെങ്കിൽ ബാക്കി ടീമിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതാണ് ഇപ്പൊ നമുക്കത് മനസ്സിലാക്കാവുന്നത്. എനിവേ എന്തായാലും റസലിനെ 6 അടിച്ച് ധോണി കളി ഫിനിഷ് ചെയ്തു. എന്നാലും ഒരു ജയം, ഒരു ആശ്വാസ ജയം എന്ന് തന്നെ പറയാം. പക്ഷെ കൊൽക്കത്തയുടെ ഉള്ള പ്രതീക്ഷകൾ അവസാനിപ്പിച്ചു. എന്തായാലും കൊൽക്കത്ത ഇങ്ങനത്തെ ഒരു മസ്റ്റ് വിൻ മാച്ചിൽ കളിക്കേണ്ട രീതിയിലൊന്നും ഇന്നലെ കളിച്ചിട്ടില്ല. എനിക്കൊന്നു വരുൺ ചക്രവർത്തിയും അതുപോലെ തന്നെ സുനിൽ നരേനും ഒഴികെ ബാക്കി അതുപോലെ റഹാനയുടെ ആ ഒരു ഇന്നിങ്സ്, റസലിന്റെ ഇന്നിങ്സ്, ഇതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഡിസപ്പോയിന്റ്മെന്റ് തന്നെയായിരുന്നു കൊൽക്കത്ത ടീമിന്റെ പെർഫോമൻസ്. എന്നാലും പിടിക്കായിരുന്നു അവർക്ക്. ബൈബാണ് പണി ഒപ്പിച്ചത്. 30 റൺ കൊടുത്താണ്, അതും കുറെ ഫുൾ ടോസ്. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ലാസ്റ്റ് ഓവർ റസലിനെ എറിയിച്ചതും ഒരു മണ്ടത്തരമായിട്ടുള്ളൊരു തീരുമാനമായി. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കായിരുന്നു. എന്തായാലും കളി ചെന്നൈ ജയിച്ചു. കൊൽക്കത്തയുടെ സാധ്യതകൾ അവസാനിച്ചു, ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനിയൊരു 2 കളി ജയിച്ചാലും പ്ലേ ഓഫിലോട്ട് എത്തണമെന്നില്ല. അപ്പോൾ നമ്മൾ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത ടീമായിരുന്നു കൊൽക്കത്ത. അപ്പോൾ നമ്മുടെ പ്രൊഡിക്ഷൻ നടത്തുന്നുണ്ട്, അത് പറഞ്ഞില്ല. അപ്പോൾ അതിൽ പങ്കെടുക്കുക, സമ്മാനങ്ങൾ നേടുക, അതുപോലെ തന്നെ നമ്മുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. കുറവുകളുണ്ടെന്ന് അറിയാം, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക.